മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ, തേനൊലിയോ തിങ്ങലോ. കണ്ണീർ കയത്തിനക്കരയോരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് പൊൻതൂവൽ ചേലുണരാൻ, പൊൻതൂവൽ ചേലുണരാൻ കൊടി പൊരുന്നു. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ, തേനൊലിയോ തിങ്ങലോ. മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിൻ മാറിലേക്കു നീ വരുന്നുവോ. മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ മുന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ, മഞ്ഞിര വീശി വീശി ഉണർത്താനാളുണ്ടേ. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ, തേനൊലിയോ തിങ്ങലോ. നാളമായി ഇനിയും മറഞ്ഞു നിൽപ്പതെന്തിനാണു നീ. താരണിമേടയിൽ നിറമിഴി നാളമായി ഇനിയും മറഞ്ഞു നിൽപ്പതെന്തിനാണ്. മുകിലമേയിന് താമര നൂലിൻ്റെ കൂട്ടുണ്ടേ, ഇത്തിരിക്കൂട്ടിൽ പൂപ്പട കൂട്ടാനാളുണ്ടേ. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ, തേനൊലിയോ തിങ്ങലോ. കണ്ണീർ കയത്തിനക്കരയോരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് പൊൻതൂവൽ ചേലുണരാൻ, പൊൻതൂവൽ ചേലുണരാൻ കൊടി പൊരുന്നു. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ, തേനൊലിയോ തിങ്ങലോ. അബി, എന്തോ അമ്മയായിട്ടല്ലേ വഴക്കിട്ടോ? ഇല്ല. പിന്നെന്താ മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണേന്നൊക്കെ ചോദിച്ചാ അമ്മ ഇവിടെ കൊണ്ട നിർത്തിയത്? അല്ല, അമ്മയാണോ കിളിപ്പെണ്ണെന്ന് വിളിക്കുന്നത്? അല്ല, ഇത് എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ആ, ഇത് പറയൂ. ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഓ,
അപ്പോൾ ചേച്ചി ഇവിടെ വന്നിട്ടില്ല. ചേച്ചിക്ക് ഇന്നലെ ഇവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവരണ്ടേ? എന്താ ചേച്ചി കൊണ്ടുവരാഞ്ഞേ? ഇല്ല, ചേച്ചിക്ക് സുഖമില്ലാതായി ഓക്കേ. ഹോസ്പിറ്റലിലാ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ചേച്ചിക്ക് വേണ്ടിയാണ് അഭി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. ആ സൂപ്പർ സൂപ്പർ മോനെ. അതെ, ചേച്ചി എന്താ എത്ര വയസ്സായി, എന്ത് ചെയ്യുന്നു? ചേച്ചി ഹൗസ് വൈഫാ, 25 വയസ്സായി. എവിടാണ്? കൊച്ചിയിലാണോ? അല്ല, ട്രിവാൻഡ്രത്ത്. മോൻ ട്രിവാൻഡ്രാണോ? ആ അമ്മേ, ആളിപ്പോ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ അല്ലേ? കൂടെ അവൻ്റെ പാട്ട് കാണാൻ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കൂടെ വരാനിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അത് കാരണം കൊണ്ടുവരാൻ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾക്ക് പറയാനും കേൾക്കാനും പറ്റില്ല. അപ്പോൾ ഇവൻ്റെ പാട്ട് ടി വിയിൽ സൂപ്പർ സ്റ്റാറിൽ അവൻ്റെ പാട്ടും ബാക്കി എല്ലാവരുടെയും പാട്ട് അവളിരുന്ന് കാണും, ഫുള്ളിരുന്ന് കാണും അവൾ. അവൾക്ക് വേണ്ടിയിട്ട് അവന് ഈ പാട്ട് സെലക്ട് ചെയ്യും. എന്തായാലും നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സർ. ആ മോനെ, എന്തോ സാർ? ഇതൊക്കെ മോൻ്റെ ഡെഡിക്കേഷനൊക്കെ ഇഷ്ടമായി. താങ്ക് യു സാർ. മക്കളെ, ഇന്ന് എനിക്ക് തോന്നിയത് മോന് പാടുമ്പോൾ ഈ സംഗതികൾക്കാണെങ്കിൽ അതിനൊരു വല്ലാത്ത ഒരു പിരിമുറുക്കം സംഗതികൾക്കൊക്കെ. എന്ത് പറ്റി? തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അടപ്പുണ്ടോ? ചെറിയൊരു അടപ്പുണ്ട്. ആ ആ തേനൊലിയോ തേങ്ങലോ ഒന്ന് പാടാമോ? അതിന് പല വേരിയേഷൻസ് ഇല്ലേ മോനെ, അതൊന്ന് പാടാമോ? മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ, തേനൊലിയോ തേങ്ങലോ. അതുകൂടെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാം മോനെ ഇപ്പം പാടുന്നതും. അത് പിന്നെ ഈ ഇപ്പം മോൻ പറയുന്ന ചില വാക്കുകൾ അത് ഒരു ആവശ്യമില്ലാത്ത ഒരു ഓ എന്ന് പറഞ്ഞു. ഇപ്പൊ ആ ചരണമൊക്കെ വരുമ്പോ മോൻ അത് ഒരു ഓ ഇല്ല. ആ നിറമിഴി നാളമോൾ അങ്ങനെ കേൾക്കുക. നാളമോൾ, നോളമോൾ അങ്ങനെ കേൾക്കുക. നാളമായി, നാളമായി പറഞ്ഞ മക്കളെ, നാളമായി. ആ അത് പറ്റുമല്ലോ. അപ്പം അത് എനിക്കതാണ് ഒരു പ്രധാനമായിട്ട് ഒരു വല്ലാത്ത ഈ കണ്ണീർ കയത്തിലാണെങ്കിലും ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ ഒരു സുഖത്തിൻ്റെ എലിമെൻ്റ് നഷ്ടപ്പെടും മോനെ സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് വല്ലാതെ. അതുപോലെ ചരണം, അനുപല്ലവിയും ചരണമൊക്കെ ഒന്ന് പാടാമോ? മായികരാവിൻ അത്രയില്ലേ? തീനി അത്രയില്ലേ? അതിലൊരു ക്ലാരിറ്റി വരട്ടെ മോനെ. മായികരാവിൻ മോന് സുഖമായിട്ട് തോന്നുന്നു? ഞങ്ങൾക്കും അതാ. നിനക്കേ അത് സൂഹിക്കുന്നില്ല, പിന്നെ നമുക്കത് സൂഹിക്കൂ. അവൻ നമ്മളത് 100% ആയിരിക്കണം. കാര്യം ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു സുഖം ഏരിയകളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ മായികരാവൻ. അത് ആ സംഗതിക്കൊരു സുഖമുണ്ട് അല്ലേ? അപ്പം അത് കൃത്യമാവണ്ടേ. വിണ്ണിൻ അതൊന്ന് പാടാമോ? വിണ്ണിൻ മാറിലേക്കു നീ വരും, മാറിലേക്ക് വിണ്ണിൻ മാറിലേക്ക്. അങ്ങനെയാണ് മോറിലേക്ക് ഒരു സായിപ്പൊക്കെ പാടുന്നോടാ ഫീൽ ചെയ്യുന്നത്. മാറിലേക്ക് എന്നാ കേൾക്കുന്നത്. വിണ്ണിൻ മാറിലേക്കു നീ വരുന്നുവോ. ഇപ്പോഴും ഒരു ചെറിയൊരു അതുപോലെ മോനെ അത് പാടി നിർത്തിയിട്ട് വേണം അടുത്തത്. അവിടെ അത് കേൾക്കുന്നുമില്ല അവസാനത്തെ അക്ഷരമൊന്നും. ട്രൈ ചെയ്യണം കേട്ടോ, നമുക്ക് അങ്ങനത്തെ മാറ്റിയെടുക്കണം. മക്കളെ ഇതൊക്കെ പറ്റൂടാ, ഇതൊക്കെ പറ്റാതെ അങ്ങനെ ഒരു സംഭവമേ അല്ല. ഈസി ആയിട്ട് പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇത് ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ല, നമ്മൾ ശ്രദ്ധയോടെ നമുക്കിപ്പോൾ പാടുമ്പോൾ മോ വരുന്നെന്ന് പറഞ്ഞാൽ അത് മാറ്റണം മോനെ. മാങ്ങായ്ക്ക് പറയാൻ മോങ്ങാന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് മാറ്റണം. പിന്നെ അതൊന്ന് പാടിയിട്ട് ഇത് അടുത്തത് കട്ടാവാതൊന്ന് പാടിക്കാതിലായി. വിണ്ണിൻ മാറിലേക്കു നീ വരുന്നുവോ, മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ. അടുത്ത ലൈൻ പാടൂ. വിണ്ണിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. മോനെ അത് പാടി വരുമ്പോഴേ നീ അവിടെ കൊണ്ടങ്ങ് എങ്കിലും കേൾക്കുന്നില്ല. അവിടെ ശ്വാസം എടുക്കുക. അതൊന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പാടണം. ഇപ്പം ഇനി അത് ആളും കൊണ്ടേയും കൂടെ പാടിക്കോ. എന്തെങ്കിലും പാടിയ സ്ഥിതിക്ക് പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. ഊതി ഉണർത്താൻ പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. ഓക്കെ, അത് വെച്ച് ഇപ്പം സ്ട്രെയിൻ വെച്ച് ഇത്രയെങ്കിലും പറ്റിച്ചല്ലോ, അത് കുഴപ്പമില്ല. തേനൊലിയോ അതൊന്ന് പാടാമോ? ഇത് കഴിഞ്ഞിട്ട് വരുന്നത്
തേനൊലിയോ തേങ്ങലോ തേനൊലിയോ അതാണ് ചോദിക്കുന്നത്. തേനൊലിയോ തേങ്ങലോ. അത് കുറച്ച് സുഖമായിട്ട് പാടിയ തേനൊലി അല്ലേ, അതൊന്ന് സുഖമായിട്ട് പാടിക്കേ. തേനൊലിയോ തേങ്ങലോ. കുറെ ശ്രദ്ധിക്കണം, നല്ല പാട്ടുകാരനാ കുഞ്ഞ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെയുള്ള ചെറിയ നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് ചെയ്തോളാം മക്കളെ, കേട്ടോ. ഓക്കെ സർ. ഓക്കെ, നല്ല പാട്ട്. എനിക്ക് ഞാൻ മോൻ പാടുമ്പോഴേ എംജിആറിനായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ എന്തൊക്കെയാലും എംജിആറിൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ സന്തോഷം. ഇതാരാണ് സംഗീതം? രവീന്ദ്ര മാഷ്. ആഹാ, ലിറിക്സ് കൈതപ്രം സാർ. ഇനി ഇതിൽ കൂടുതൽ എന്താടാ, ആനന്ദ ലബ്ധിക്ക് വേറെ എന്ത് വേണം ഇനി? എല്ലാം ഉണ്ട്. നല്ലൊരു പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി, പക്ഷേ ഇത് കുറേയും കൂടെ നന്നാക്കാടാ, അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ? അഭിനവ് ആസ് യൂഷ്വൽ അഭിനവിൻ്റെ ഒരു സേഫ് സോൺ എന്നും പിടിച്ചത്. എനിക്ക് മനസ്സിലായി ഡെഡിക്കേഷൻ ആയിട്ടുള്ളൊരു ഇതാണെന്ന്. എങ്കിലും ഇറ്റ്സ് ഹൈ ടൈം ടു സ്വിച്ച്. അഭിനവ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സൈഡിലേക്കൊക്കെ ഒന്ന് പോകാൻ സമയമായി. ഇത് നല്ല ഗംഭീര പാട്ടാണ്, ഒരുപാട് എക്സ്പ്രഷൻസ് വേണ്ടൊരു പാട്ടാണ്. അപ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ മിസ് ചെയ്തു. എസ്പെഷ്യലി ഇതിൻ്റെ അനുപല്ലവി ഭയങ്കര താനന താനനേ തനനേ താനന താനന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു കോൺവെർസേഷൻ ഇല്ലായിരുന്നു. അഭിനവിന് വർക്ക് ചെയ്യേണ്ട അതിലാണ്. എങ്ങനെ ഡൈനാമിക്സ് കൊടുക്കാം, എങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കാം, പുതിയ പുതിയ സോങ്സ് ട്രൈ ചെയ്യണം, ഒരുപാട് കേൾക്കണം. ലിസണിങ് ഭയങ്കര ആവശ്യമാണ് നമുക്ക് സിംഗേഴ്സിന്. ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത റൗണ്ട് അഭിനവ് വേറെ സോങ്സ് ഒക്കെ കൊണ്ടുവരണം. അഭിനവിന്റെ ടാലന്റ് പ്രൂവ് ചെയ്യേണ്ട ഹൈ ടൈമായി. വേറെ 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 പാട്ടിലൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ ശരത്തേട്ടൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക? എന്തൊക്കെയുണ്ട് അഭിനവ വിശേഷങ്ങൾ? സുഖം സർ. സന്തോഷമായല്ലോ അല്ലേ? അഭിനവ് അടിപൊളി സിംഗറാണ്. താങ്ക് യു സർ. ഓക്കെ, ആകെ ഉള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടിൽ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രം. അഭിനവിന് ഇനി മുഹമ്മദ് റഫീ സാബ് റൗണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ആ ഒരു റൗണ്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റണം. ഇപ്പൊ ഈവൻ ഈ സോങ് ഇപ്പൊ ഹരി ഇതിന്റെ പ്ലാൻസ് പാടിയില്ലേ ഇപ്പൊ ഇവിടുന്ന്, അത് പ്ലാൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ആ സോങ്ങിന്റെ പാർട്ട് ഓഫ് ദ സോങ് ഒഴുകി അങ്ങ് പോവാണ് ചെയ്യുന്നത്. പിന്നെ അഭിനവ് പാടുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു സ്ട്രെസ് വരുന്നുണ്ട്. അത് വരാതെ നോക്കണം കേട്ടോ. നീ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിക്കോ. എക്സ്പ്രസീവ് ആയിക്കോ, നീ നല്ല രീതി എക്സ്പ്രസ് ചെയ്തു. ഈ സോങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കണേ അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അഭിനവിന് തന്നെ മനസ്സിലാവും ഇത് മാറി എന്നുള്ളത്. അതെ. അഭിനവ് സംസാരിക്കുമ്പോ അമ്മയുടെ സംസാരിക്കുമ്പോ അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭയങ്കര വിശക്കുന്നു എന്നല്ലേ പറയുന്നത്. അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പ്ലേറ്റ് എടുത്തിട്ട് അടിക്കും നിന്നെ. അപ്പൊ അതിനും ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതുപോലെ പാട്ടിന് മോനെ. പിന്നെ ആകാരം, അത് നമ്മൾ മറ്റു ലാംഗ്വേജുകളുടെ ഡിക്ഷൻ വരെ നമ്മളിവിടെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മലയാളത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതി കേട്ടോ. സിമ്പിൾ കാര്യങ്ങളാണ്. ദ തിങ് ഈസ് നീ ഒരു ഉഗ്രൻ സിംഗറാണ്, അതിൽ യാതൊരു തർക്കവും ഡൗട്ടും ഇല്ല അതിൽ. പക്ഷേ യു ഹാവ് ടു വർക്ക് സം മോർ. മറ്റു ഏരിയയിൽ സിംഗിങ് ഇസ് ദയർ, പക്ഷെ ഈ എക്സ്പ്രഷൻസ് ഫീൽ കൊടുക്കുക, ഡൈനാമിക്സ്, അതിലൊക്കെയാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. സെലക്ഷൻ മോനെ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അബേ, അങ്ങനെ ഡെഡിക്കേഷൻ റൗണ്ട് കഴിഞ്ഞു. എന്താ ചേച്ചിയുടെ പേര്? രാജി. രാജി. ഓക്കെ, രാജി വേഗം ഫ്ലോറിൽ വരണം ഇല്ലേ ശരത് സാർ? നമുക്ക് കാണണം. അഭിപ്രായങ്ങളൊക്കെ പറയൂ ആള്. ഓരോ എന്തൊക്കെയാ പറയാ ഇപ്പൊ ഇത്രയും ഇവന്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട്? അവൻ ഡാൻസ് ചെയ്ത് പാടുന്നതൊക്കെ കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഡാൻസ് ചെയ്യുന്നൊക്കെ പറയും അവനോട്. ഡാൻസ് പെർഫോമൻസ് ചെയ്യാറുന്നില്ലേ? അത് നിനക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്റെ പൊന്ന അഭിനവേ. പിന്നെ ഇപ്പൊ ചേച്ചിയെ ഹാപ്പി ആക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യാറുണ്ടല്ലോ. വേൽമുരുകൊക്കെ എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. മിക്കവാറും ടെലികാസ്റ്റ് ആകുമ്പോൾ ചേച്ചിയുടെ നിനക്ക് കിട്ടും. ഓക്കെ, നമുക്ക് മാർക്ക് കിട്ടാം. ശരത് സർ? മോനെ 7.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക? കോളാമ്പി ഒന്നിച്ചിങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ഉം. Ni pa ma ga sa sa